നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഗൂഢാലോചനകളിൽ ഒന്നായി മാറുകയാണ് ഇ.പി. ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും. ഇവിടെ ഇ.പിയെ മനഃപൂർവ്വം കരുവാക്കിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അങ്ങനെ ഇ.പിക്ക് ചതിക്കുഴിയൊരുക്കിയവരുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇ.പി. ജയരാജനെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യുക എന്നത് തന്നെയാണ്. ഇ.പി ഇനി ഒരിക്കലും കേരള രാഷ്ട്രീയത്തിൽ ഉയർത്തെഴുന്നേൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘം തന്നെയാണ് ഇതിനു പിന്നിലുള്ളത്. രണ്ടാമതായി, ഇ.പിയുടെ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകം ഒരു കാരണവശാലും വെളിച്ചം കാണരുത് എന്നതാണ് അവരുടെ ആവശ്യം. അതിനുവേണ്ടി കൂടിയാണ് ഇത്തരത്തിലൊരു പുസ്തക വിവാദം ആളിക്കത്തിച്ചിരിക്കുന്നത്. കാരണം ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം വ്യക്തമല്ല എങ്കിലും അതിൽ എം.വി. ഗോവിന്ദനെയും പിണറായി വിജയനെയും സർവോപരി പാർട്ടിയെയും കടന്നാക്രമിക്കുന്ന പല വിഷയങ്ങളും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതൊന്നും പുറത്തു വരാതിരിക്കാനായി ഈ പുസ്തകത്തെ വിവാദമാക്കി ഒതുക്കാനുള്ള കളിയുടെ ഭാഗമാണ് ഇതെന്ന് നിസ്സംശയം പറയാനാകും. മൂന്നാമതായി, പാലക്കാട് തോൽവി ഉറപ്പിച്ചിരിക്കുന്ന CPM-ന് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ പറയാനും ന്യായീകരിക്കാനുമുള്ള വാദമായി ഈ പുസ്തക വിവാദത്തെ മാറ്റാമെന്ന ചിന്തയാണ്. അഥവാ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവി പോലെ ഈ തോൽവിയുടെയും പാപഭാരം മുഴുവൻ ഇ.പിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കമാണിത്. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ഇ.പി. ജയരാജന്റെ പുസ്തക വിവാദം ആസൂത്രണം ചെയ്ത് അരങ്ങിലെത്തിച്ചവരുടെ ലക്ഷ്യം. രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചും എം.വി. ഗോവിന്ദനെ കുറിച്ചും പിണറായിസത്തിന്റെ ധാർഷ്ട്യങ്ങളെക്കുറിച്ചും തന്നോട് പാർട്ടി കാണിച്ച നെറുകേടുകളെ കുറിച്ചുമെല്ലാം ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും നിലവിലെ രാഷ്ട്രീയ വിവാദങ്ങളെല്ലാം ഇ.പി. ജയരാജന്റെ ആത്മകഥയിലേക്ക് ചുരുങ്ങിയതിൽ ആശ്വാസം കൊള്ളുകയാണ് CPM ഇപ്പോൾ. IAS വിവാദവും ട്രോളി ബാഗ് വിവാദവുമെല്ലാം CPM-ന് വെല്ലുവിളിയായിരുന്നു. ചേലക്കര ഉപതിരഞ്ഞെടുപ്പിനേക്കാൾ പ്രധാനം പാലക്കാടാണ്. അതുകൊണ്ട് തന്നെ CPM-ന് പ്രതിരോധിക്കാൻ കഴിയാത്ത വിവാദങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് കട്ടൻ ചായയും പരിപ്പുവടയും എത്തിയതിൽ എല്ലാവരും CPM-ൽ സന്തുഷ്ടരാണ്. പുസ്തകത്തെ ഇ.പി തള്ളിപ്പറഞ്ഞതാണ് ഇതിന് കാരണം. മുഖ്യമന്ത്രി പോലും ഈ വിഷയം പ്രചരണത്തിൽ നിറയ്ക്കുന്നുമുണ്ട്. ഒരാൾ പുസ്തകം എഴുതിയാൽ അതിന്റെ പ്രകാശന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കില്ലേ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നു. പുസ്തകം എഴുതി തീർന്നിട്ടില്ല എന്നും ഇപ്പോൾ വിവാദപരമായ കാര്യങ്ങൾ തന്റെ പുസ്തകത്തിൽ ഇല്ലാത്തതാണ് എന്നും ജയരാജൻ പറഞ്ഞു കഴിഞ്ഞു. സരിനെ കുറിച്ച് താൻ പറയാത്ത കാര്യങ്ങളാണ് പുറത്തു വന്നത് എന്ന് പറയുക മാത്രമല്ല, സരിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് പാലക്കാട് ഒരു ജോക്കർ വേഷത്തിൽ അവതരിക്കേണ്ടതായും വന്നു ജയരാജന്. ഇതെല്ലാം തന്നെ പിണറായി വിജയന്റെയും ഗോവിന്ദന്റെയും കൃത്യമായ പ്ലാനിങ്ങിന്റെ ഫലമാണ് എന്ന് നമുക്ക് വ്യക്തമാകുന്നു. കാരണം ഇ.പിയുടെ പുസ്തകത്തിലെ തങ്ങൾക്കെതിരായ കാര്യങ്ങളെല്ലാം ഇ.പിയെ കൊണ്ട് തന്നെ തള്ളി പറയിക്കുകയാണ് ഇതിലൂടെ ഇവർ ചെയ്തത്. ഇതോടെ ഇനി ഇതേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പുസ്തകം ഇറക്കാൻ ഇ.പി. ജയരാജന് കഴിയില്ല. അതായത് 178 പേജുള്ള ഇ.പിയുടെ ആത്മകഥയുടെ PDF പുറത്തു കൊണ്ടുവന്നത് വഴി ഇ.പിയെ കൃത്യമായി കുരുക്കിലാക്കുകയാണ് ഇവർ ചെയ്തത്. തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പുറത്തു വന്ന വിവാദങ്ങളെ തള്ളിപ്പറയാതെ ഇ.പിക്ക് മറ്റു വഴികളൊന്നും ഇല്ലായിരുന്നു താനും. അങ്ങനെ താൻ എഴുതിയ സത്യങ്ങളൊക്കെയും തള്ളിപ്പറയേണ്ട അവസ്ഥയിലേക്ക് ഇ.പിയെ കൊണ്ടെത്തിക്കുകയും ഇനി ഒരിക്കലും സത്യം പറയാൻ കഴിയാത്ത രീതിയിൽ നിശബ്ദനാക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ പിണറായി വിജയനും ഗോവിന്ദനും സുരക്ഷിതരായി. പക്ഷെ കളികൾ ഇവിടം കൊണ്ടും തീരില്ല. പാലക്കാട് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇ.പി. ജയരാജനെതിരെ അച്ചടക്ക നടപടികളിലേക്ക് കടക്കാനാണ് ഗോവിന്ദന്റെ പ്ലാൻ. വിഷയത്തിൽ ഇനി എന്ത് വിശദീകരണം ചോദിക്കാൻ എന്നാണ് ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അതിനർത്ഥം ഇ.പി തെറ്റുകാരനാണ് എന്ന് പാർട്ടി ഉറപ്പിക്കുന്നു എന്നാണ്. ഇനിയിപ്പോൾ പാലക്കാട് തിരഞ്ഞെടുപ്പ് തോൽവിയടക്കം തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇ.പി. ജയരാജനെ കേരള രാഷ്ട്രീയത്തിൽ നിന്നും തുടച്ചു മാറ്റും എന്ന കാര്യം ഉറപ്പ്.